എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു എഗ് ബിരിയാണിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ശരിക്കും ഒതൻറ്റിക് ഫ്ലേവറിലുള്ള ഒരു എഗ് ബിരിയാണിയാണ്. ബസുമതി റൈസിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 750 ഗ്രാം ബിരിയാണി റൈസ് എടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് അരമണിക്കൂറോളം നമ്മളത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ അതിനാവശ്യമായ മുട്ട ഒരു 4 മുട്ടയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഗ്രേവിക്ക് വേണമെന്നുണ്ടെങ്കിൽ 5-6 മുട്ട നമുക്കിതിന് ഭംഗിയായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 4 മുട്ടയോളം എടുത്തിട്ട് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വെന്ത് വരും. ഇനി നമ്മൾ റൈസ് വേവിക്കാനായിട്ട് അതിൻ്റെ 2 ഇരട്ടി വെള്ളം, ഇതിപ്പോൾ നമുക്കതിൽ ക്വാണ്ടിറ്റി വേണമെന്നില്ല, നമുക്ക് ആ റൈസ് വേവാനുള്ള വെള്ളം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതിലായിട്ട് ഹോളായിട്ടുള്ള ഗരം മസാല ഓരോ പീസുകളായിട്ട് നമ്മൾ അതിൽ ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലം ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഗരം മസാല. അല്പം നെയ്യ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ല വെളുത്ത വൈറ്റ് കളറായിട്ട് വരാനാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടും ആ ഒരു ഫ്ലേവറിന്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. രണ്ടാമത് ഉപ്പ് ഇട്ട് കൊടുത്താൽ അതിന് കറക്റ്റായ ടേസ്റ്റ് കിട്ടില്ല. ഈ വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതൊരു 20 മിനിറ്റോളം എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഇതൊരു 95% നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട്. ചിക്കനൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ വേറെ കുക്കിംഗ് ചെയ്യുന്നില്ല. മുട്ടയായതുകൊണ്ട് ഗ്രേവിയിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 95% വേവിച്ചിട്ട് 2 മിനിറ്റോളം ദം ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റൈസ് നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതൊരു 95% വെന്തിട്ടുണ്ട്. ഇങ്ങനെ അല്പം കൂടിയേ വേവാനുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡിയായി. ഇനി നമ്മൾ എഗ്ഗിൻ്റെ മസാല ബിരിയാണിക്കുള്ള തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ അല്പം 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ എന്തും ഇട്ട് കൊടുക്കാം. ഹോളായിട്ടുള്ള ഗരം മസാല, ഒരു 3 സവാള നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. നമ്മൾ സോട്ട് ചെയ്യാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. അത് നല്ല രീതിയിൽ ബ്രൗൺ കളറായി വരുമ്പോൾ ഇപ്പം സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി, ഒരു 3 തക്കാളി മീഡിയം വലിപ്പമുള്ള തക്കാളി കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബിരിയാണിയുടെ മസാല തയ്യാറാക്കാനായിട്ട് 2 പച്ചമുളക്, ഒരു 3 തണ്ട് പുതിന, 4 തണ്ട് മല്ലിയില. ഇത്രയും നമ്മൾ നല്ല രീതിയിൽ ഒരല്പം വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മസാല നമ്മൾ പുതിനയും മല്ലിയിലയും ഗ്രീൻ ചില്ലിയും ചേർത്ത് അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കുത്തിൽ പോയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. അതിലേക്ക് ആവശ്യമായിട്ട് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇതിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചമുളക് 2 പീസ് ഇട്ടിട്ടുള്ളൂ. ആ ഒരു എരിവ് നമുക്കിതിൽ വരുന്നുള്ളൂ. അത് നല്ല രീതിയിൽ അതിൻ്റെ പച്ചക്കുത്തിൽ പോകുന്ന വരെ നമ്മളത് ഇളക്കി അത് ശരിക്കും വളരെ സ്ലോ ഫയറിൽ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റെങ്കിലും നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. 1 കപ്പ് തൈര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ മിക്സിയിലുണ്ടായിരുന്ന ബാക്കി മസാല അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അത് നല്ല രീതിയിൽ മസാലയുടെ കുത്തിൽ പോകുന്ന വരെ നമ്മൾ വളരെ സ്ലോ ഫയറിലിട്ട് ഇളക്കി അതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചുള്ളൂ. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി. ഇനി അതിലേക്ക് നമ്മൾ മുട്ടയിട്ട് കൊടുക്കുകയാണ്. ഈ നമ്മൾ മസാല മാറ്റുന്നില്ല. ശരിക്കും നമ്മൾ ദം ചെയ്യുമ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ലെയർ നമ്മൾ മസാലയിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ആ മസാലയുടെ മുകളിലേക്ക് ഈ റൈസ് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓരോ ലെയർ ഫ്രൈഡ് ഒനിയനൊക്കെ ഇട്ട് അല്പം കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്ത് പൊട്ടിക്കും ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മളിതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഗാർണിഷിനായിട്ട് മല്ലിയില മാത്രമാണ്, പുതിനയില്ല. ഫ്രൈഡ് ഒനിയൻ, കാഷ്നട്ട്, കിസ്മിസ്, അല്പം നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് അത് കവർ ചെയ്ത് വയ്ക്കാം. നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ല ഗ്ലേസിങ്, നമ്മൾ കൂടുതൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നെയ്യ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളത് അടച്ചു വയ്ക്കുകയാണ്.
നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ബിരിയാണി നമ്മളൊരു അതിഥിയെ കൊണ്ടാണ്, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ് നമ്മളിന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് നമ്മളിന്ന് പൊട്ടിച്ചിട്ട് വാവ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ദമ്മ് പൊട്ടിക്കാനായിട്ട് വിളിക്കാം. അപ്പോൾ ചേട്ടാ, നമ്മുടെ നമസ്കാരം. അപ്പൊ ഇത് ദാമു ചേട്ടൻ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മളിന്ന് ഈ ദമ്മ് പൊട്ടിക്കുന്നതിനായിട്ട് വിളിച്ചേക്കുന്നത്. എവിടെയാണ് പൊട്ടിക്കാനുള്ള സാധനം? എവിടെയാണ്? ഇതാണ് പൊട്ടിക്കാനുള്ളത്. ഇതേ നമുക്ക് വീടിനകത്ത് വെച്ച് പൊട്ടിക്കണം. പുറത്തു പിള്ളേരൊക്കെ അല്ലേ, പുറത്തുകൊണ്ട് വെച്ച് പൊട്ടിച്ചല്ല. അല്ല, പൊട്ടി തെറിക്കുന്ന സാധനമല്ല, നമ്മൾ ജസ്റ്റ് ഇളക്കിയിട്ട് അങ്ങനെ തുറക്കണ സംഭവമാണ്. പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സാധനത്തിൽ നമ്മൾ പൊട്ടിക്കണം, അങ്ങനെ ആ രീതിയിലാണ് പറയുന്നത്. ഇത് ഇവിടെ ഞാൻ പൊട്ടിക്കണം പറഞ്ഞേ എന്തോ തോട്ടയൊക്കെ വെച്ച് മറ്റേ ഇത് ഡാം പൊട്ടിക്കാൻ അങ്ങനത്തെ അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ. ഇത് ചെറിയ പരിപാടിയാണ്, അത്രയും വലിയൊരു റോളല്ല. ഇത് ചെറിയ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ തുറക്കാൻ പോണേ. തുറക്കുമ്പോ എന്തിട്ടാ പറയണ്ടേ? എന്തോ പറയാൻ വാവുന്ന അല്ലേ? ഇത് കൊള്ളാല, അടിപൊളിയാ. സൂപ്പർ. കാണുമ്പോ തന്നെ തിന്നാലോ. അയ്യോ, മുട്ടയൊക്കെ ഇട്ടല്ല. അടിപൊളി അടിപൊളി. ഇത് സത്യത്തിൽ ഉണ്ടാക്കാനല്ല പാട്, ഇത് ഇളക്കുന്നതിലാണ് ഇതിന്റെ കാര്യം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ എന്നെ വിളിച്ചത്. ഞാൻ വളരെ ഭംഗിയായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.